ലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു DIY ആയിട്ടുള്ള ഒരു സോപ്പാണ്. ഫേസ് വാഷ് സോപ്പ്, ബോഡി സോപ്പ് എന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അതിനായിട്ട് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് സോപ്പാണ് വേണ്ടത്. അത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, ഫ്ലിപ്കാർട്ട്, ആമസോൺ എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടും. ഒന്നും കിട്ടിയില്ലെങ്കിൽ പിയേഴ്സിൻ്റെ ഒരു കഷ്ണം സോപ്പ് എടുത്താൽ മതി. അത് നമ്മൾ ഇതുപോലെ കുരുകുരെന്ന് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കുരുകുരെന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുമ്പോൾ വേഗം ഇത് ഉരുകി കിട്ടാനാണ് നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കണേ. നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതൊരു വൈറ്റമിൻ C സോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്തുകൊണ്ട് സ്കിന്ന് ബ്രൈറ്റൻ ആക്കാൻ വളരെയേറെ സഹായിക്കും. അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് നമ്മൾ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞ് ചെറിയ പീസായിട്ട് ഇത് ഇട്ട് കൊടുക്കുക. ഇതൊരു വിറ്റമിൻ C സോപ്പാണ്. ഇതിനകത്ത് നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിന്നുകാർ ഇതിനകത്ത് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യരുത്. ഡ്രൈ സ്കിന്നുകാർ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ പോലെ അരിഞ്ഞ് കുനാന്ന് ഈ അരിഞ്ഞ സാധനം നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ 4 അല്ലി ഓറഞ്ച് ജ്യൂസാണ് നമ്മളിത് എടുത്ത് കൊടുക്കണേ. പിഴിഞ്ഞ് ഇങ്ങനെ ഒരു ഗ്ലാസ്സിനകത്തേക്ക് 4 അല്ലി ഓറഞ്ച് ജ്യൂസ് എടുക്കുക. ഈ ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞാൽ റിച്ച് വിറ്റമിൻ C ആണ്. അപ്പോൾ നമുക്ക് ബ്രൈറ്റനിങ്ങും ഡെഡ് സ്കിൻസൊക്കെ പോകാനും നമ്മുടെ സ്കിന്ന് ടാനിങ്ങൊക്കെ മാറാനും സഹായിക്കും. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ് വിറ്റമിൻ E ഓയിൽ. ഇത് മോയ്സ്ചറൈസിങ്, വളരെയേറെ മോയ്സ്ചറൈസ് ചെയ്യാൻ വളരെയേറെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഡബിൾ ബോയിൽ ചെയ്യുക. ഇതുപോലെ കാണുന്ന പോലെയൊക്കെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മളിത് ചൂടാക്കാം. നന്നായിട്ട് ഇത് ചൂടാക്കാം. ഇത് ഉരുകി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ഡ്രൈ സ്കിന്നുകാർ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഉരുകി വന്നിട്ടുണ്ടാവും. നല്ലോണം ഉരുകി വന്നതിനകത്തേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യുക. ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് പ്ലക്കടോണ്ട് എടുക്കണം അടുത്ത പാത്രത്തിൽ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇത് എടുത്തിട്ട് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമ്മളത് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ആരും സ്റ്റീൽ പാത്രത്തിലിടരുത്, ഒരു അബദ്ധം പറ്റിയതാണ്. പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുക. പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ തേച്ചതിന് ശേഷം വേണം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ സോപ്പ് കാണാനുണ്ടാവുക. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ലോണം ഇത് പതകി കിട്ടുമോ, നല്ല ഇതാണ്, സുഖമാണ് ഇത് തേക്കാൻ. ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പറ്റും, നല്ല സാറ്റിസ്ഫാക്ഷന്. മുഖത്തിങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്ട് ഇങ്ങനെ ക്രീമൊക്കെ ഇങ്ങനെ ഒലിച്ച് പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ക്രീമൊക്കെ ഇങ്ങനെ പോകണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മുഖത്ത് കാണാനുണ്ടാവുക. ഇത് കൈകളിൽ നല്ല സ്മെല്ലായിരിക്കും. ഇത് കുറേ നേരം ഇതിൻ്റെ സ്മെല്ല്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്കിത് നിങ്ങൾക്കിലേക്ക് എത്തിയെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബായ്.